ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് മാഡിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വലിയ മെഷീൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ അതെന്താണ് ആ മെഷീൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന മെഷീൻ ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് 750. ഹാർലി ഡേവിഡ്സനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 1903 അമേരിക്കൻ ബ്രാൻഡാണ് ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന കമ്പനി. പണ്ട് മുതലേ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇന്നും അതേ പെർഫോമൻസും ഒക്കെ നിലനിർത്തി പോകുന്ന ഒരു ബ്രാൻഡാണ് ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ നമുക്ക് വി ടൈപ്പ് എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഈ കാണുന്നത് എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്ററും ഇതിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ എക്സോസ്റ്റാണ്, ട്വിൻ എക്സോസ്റ്റാണ് വരുന്നത്. എന്നാലും അത് വന്ന് കമ്പൈൻഡായിട്ട് ഒരു എക്സോസ്റ്റിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഓണറിനോട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അക്സസറീസാണ് പുള്ളി ഇതിൽ എക്സ്ട്രാ കയറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം. നമ്മൾ ഈ വണ്ടിയിൽ മെയിനായിട്ട് ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാറിന് എന്ത് കോസ്റ്റ് വന്നായിരുന്നു? ഏകദേശം ഒരു 7,000 കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് സ്ട്രീറ്റ് റോഡിൻ്റെ ഹാൻഡിൽ ബാറാണ്, ഇത്തിരി കൂടെ കംഫർട്ടാണ് ഓടിക്കാൻ. പിന്നെ സൈലൻസർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതും ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസറാണ്. ഈ ഹെഡ്ലൈറ്റ് നമുക്ക് ഹാലോജൻ ഹെഡ്ലൈറ്റ് ആയിരുന്നു. ഏകദേശം ആക്സസറീസ് എല്ലാം കൂടെ ഒരു 1,25 വന്നിട്ടുണ്ട് മൊത്തം. പിന്നെ സൈലൻസർ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ഈഗിൾ എന്ന് പറഞ്ഞൊരു സൈലൻസറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, സൗണ്ട് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സൈലൻസറാണ്. ഇതിന്റെ അകത്ത് ടോട്ടൽ അക്സസറീസ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് 1 ലക്ഷത്തിന് മുകളിൽ അക്സസറീസ് 1,20,000 വന്നിട്ടുണ്ട്, 25,000 വന്നിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഇതിപ്പോ നമുക്ക് ABS ഉൾപ്പെടുന്ന മോഡലാണ്. അതെ 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 ബ്രേക്കിംഗിൽ ABS ഉള്ളതാണ്. ABS ഉള്ളതാണ്. ഓക്കെ. 2018 മുതൽ നമുക്ക് ABS, 2017 മുതൽ നമുക്ക് ABS ഉള്ള മോഡലാണ്. ഇഗ്നേഷൻ എന്താണ് വണ്ടി നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട്? വണ്ടിക്ക് ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ട്. ഈ ഹീറ്റിംഗ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വിൻ സിലിണ്ടർ എഞ്ചിന് എന്തായാലും സ്വാഭാവികമായിട്ട് ഹീറ്റിംഗ് ഉണ്ടാവും, കാരണം അത്രയും പവറുള്ള 750cc ആണല്ലോ. അപ്പോൾ എന്തായാലും ഹീറ്റ് ഉണ്ടാവും. പിന്നെ ഓപ്പൺ റോഡൊക്കെയാണ് ഹീറ്റിംഗ് കുറവായിരിക്കും. ഈ പോക്കറ്റ് റോഡും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് ഹീറ്റിംഗ് നമുക്ക് പൊതുവെ തോന്നുന്നത്. ഇവിടെ നമുക്കൊരു ആക്സസറീസ് വേണേൽ വെക്കാം, അത് ഷോറൂമിലുണ്ട്. നമുക്ക് ഹീറ്റിംഗ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് വെച്ചിട്ടില്ല ഇപ്പോൾ. ഇതിന് നമുക്ക് എന്ത് മൈലേജ്, നമുക്ക് പോക്കറ്റ് റോഡുകളിൽ നമുക്ക് അല്ലെങ്കിൽ ഹൈവേസിൽ നമുക്ക് എന്ത് മൈലേജ് നമുക്ക് ഏകദേശം ഹൈവേയിലാണ് ഒരു 20, പോക്കറ്റ് റോഡാണെങ്കിൽ ഒരു 70-80. ഓക്കെ. ഈ ബ്രാൻഡ് എടുത്തത് എന്ത് ആഗ്രഹത്തോടു കൂടിയിട്ടാണ്? ഹാർലി ഡേവിഡ്സൺ സ്വന്തമാക്കണമെന്ന് എപ്പോഴാണ് തോന്നിയത്? ഇത് എനിക്ക് കൊച്ചുനാൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഹാർലി മേടിക്കണമെന്ന്. ഇത് എൻ്റെ ബ്രദേഴ്സ് മേടിച്ചതെന്നാണ്, അവർ ഗൾഫിലാണ്. അപ്പോൾ കൊച്ചുനാൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഹാർലി മേടിക്കണമെന്ന്. അതെ. ഇതിൻ്റെ ഇഗ്നേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പായിട്ടാണ്. ആദ്യം ഫസ്റ്റ് ഇതിൽ പാർക്ക് ഓൺ ആവും, സെക്കൻഡ് തിരിക്കുമ്പോഴാണ് ഇത് സ്റ്റാർട്ടാവുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഇവിടെ ഒരു കിൽ സ്വിച്ച് ഉണ്ട്, എൻജിൻ കിൽ സ്വിച്ച്. ഈ കിൽ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ടാക്കുന്നത്. ഇവിടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഹെവിയാണ്. നമുക്ക് ഇതിന്റെ ഇഗ്നീഷ്യത്തിൽ എന്തെങ്കിലും കുറവായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കുറവായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഹാർലിക്ക് എന്തെങ്കിലും കൂടെ വെച്ച് ഒന്നും കൂടെ ബിൽഡപ്പ് ചെയ്യാമായിരുന്നു. നമുക്ക് ഇഗ്നീഷ്യത്തിൽ എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്? ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ട്രിപ്പ്, പിന്നെ കിലോമീറ്ററും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. പിന്നെ ഫ്യൂവലിന് കാണിക്കുന്നുണ്ട്, ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊന്ന് നമുക്ക് റൈഡ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ, പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, വണ്ടി ഓടിച്ച് ഒരു രക്ഷയില്ല.
അതായത് നമ്മൾ കൈ കൊടുക്കുമ്പോൾ വണ്ടി അതനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് വണ്ടി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സീറ്റിൽ നമുക്ക് കുറച്ചുകൂടി സ്പേസ് കൊടുക്കാമായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവറും പുറകിലൊരാളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് കുറവുള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അതല്ലാതെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് വേറെ ഒന്നുമില്ല. വണ്ടി നല്ല പെർഫോമൻസ് തന്നെയാണ് വണ്ടി കാഴ്ചവെക്കുന്നത്. ഇത്ര നമ്മൾ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് വണ്ടിക്കുണ്ട്. പിന്നെ വണ്ടി ത്രോട്ട് കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു വോയിസ് ഉണ്ടല്ലോ, ആ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാർലി ഓടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ എന്ന് പറയുന്ന ആ വോയിസിൻ്റെ ഒരു ഫീല് ശരിക്കും പറഞ്ഞാൽ അതൊരു വേറൊരു മൂഡ് തന്നെ. ഹാർലി ഓടിച്ചവർക്ക് എല്ലാവർക്കും നമുക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹാർലിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെൽറ്റ് ഡ്രൈവാണത്. ബെൽറ്റ് ഡ്രൈവിൽ വരുന്ന ഒരു നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടും വണ്ടിക്ക്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ കൂടി പ്രിഫർ ചെയ്തിരിക്കുക. നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ അകത്ത് വി ടൈപ്പ് ട്വിൻ എഞ്ചിനാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ട്വിൻ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് സീറോ വൈബ്രേഷനാണ്. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വൈബ്രേഷൻ അങ്ങനെ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ആ ഒരു പവർ നമ്മൾ കൊടുക്കുമ്പോൾ എഞ്ചിൻ്റെ ആയിട്ടുള്ളൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ളൊരു ഡ്രൈവ് തന്നെയാണ് നമുക്ക് സ്ട്രീറ്റ് 750 നമുക്ക് തരുന്നത്. പിന്നെ നമുക്ക് ഈ വരുന്ന ടാങ്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് 3 ലെയർ ടാങ്കാണ് വരുന്നത്. അപ്പോൾ 3 ലെയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോർമൽ ബൈക്സിൽ വരുന്ന ഇപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പെട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ചെറിയൊരു ബാലൻസിങ് പ്രോബ്ലം നമുക്ക് ചിലപ്പോൾ ഫേസ് ചെയ്തേക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം എന്തായാലും ഹാർലിയിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് 3 ലെയർ പെട്രോൾ ടാങ്കാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.